ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി എടുത്തേ അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ടോപ്പിക് ആണെന്ന് എടുക്കാൻ പോകുന്നത്. പക്ഷെ ആദ്യം മുതലുള്ള കണ്ടന്റ് ഒന്ന് ഓർഡറിലൊന്ന് പറയാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താ പഠിച്ചത് നമ്മൾ? ഡാനിയൽ സെൽ അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ആയിട്ട് അല്ലേ? കെമിക്കൽ എനർജി കൺവേർട്ട് ടു എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി. അതാണ് ആദ്യത്തെ മെയിൻ തോട്ട് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതില് ആദ്യത്തെ ഒരു മിനിയേച്ചർ ആയിട്ട് പഠിച്ചതാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലില് നമ്മൾ എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്? അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇ നോട്ട് സെൽ ഈക്വൽ ടു എന്ന് പറഞ്ഞേ ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. സെക്കൻഡ് നമ്മൾ നോക്കിയ അതിലെ ടോപ്പിക്കിലാണ് SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. SHE അല്ലേ? ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെൻഷൻ ചെയ്യുന്നത്. തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. പുറത്ത് നോക്കാം. നേൺസ്റ്റ് ഇക്വേഷൻ എന്താ പറഞ്ഞേ? E cell equal to E naught cell minus എന്തായിരുന്നു? 2.303 RT divided by NF log C raised to C D raised to D divided by A raised to A and B raised to B കേട്ടോ. പുറത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എടുത്ത ടോപ്പിക് ആണ് എന്താ? അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. 3 ഇക്വേഷൻസ് എടുത്തു. അതില് വരുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കി അല്ലേ? Kc എന്തായിരുന്നു? E naught cell equal to 0.059 divided by n log Kc. അത് കഴിഞ്ഞൊരു ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എടുത്തു. എന്തായിരുന്നു? ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NF E naught cell. ഇത്രയും വരെ നമ്മൾ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു. ഇത്രയും ടോപ്പിക് വരെ. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് എന്തൊക്കെയാന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പണ്ട് പോലെ അറിയാവുന്ന ഓംസ് ലോ റിലേറ്റ് ചെയ്യുന്ന R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പിന്നെ എന്തായിരുന്നു? നെക്സ്റ്റ് അതിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്തു വന്ന സമയത്ത് അടുത്ത് പറഞ്ഞായിരുന്നു എന്തായിരുന്നു? ഡെൽറ്റ. നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് കണ്ടക്ടൻസ് G ഈക്വൽ ടു എന്തൊക്കെ വന്നു? കണ്ടക്ടൻസ് G ഈക്വൽ ടു 1/R അല്ലെ? എന്റെ ഡെറിവേഷൻ ആണ്. അതിൽ ലാസ്റ്റ് വരുന്നതാണ് പഠിക്കാൻ പറഞ്ഞത്. എന്തായിരുന്നു? G ഈക്വൽ ടു, അതാണ് ബോക്സിൽ ഇട്ട് വെച്ചേക്കുന്നത്. എന്തായിരുന്നു? കാപ്പ ഇൻറ്റു A/L. അപ്പൊ അതൊരു ഡെറിവേഷൻ പോലെ വന്നിട്ട് ഇവിടെയാണ് എന്റെ G എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ്, കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L ലെങ്ത്. ഇത് കഴിഞ്ഞിട്ട് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ m ഈക്വൽ ടു എന്ത് പഠിപ്പിച്ചു? കാപ്പ ബൈ സി ഓർ എന്തായിരുന്നു? കാപ്പ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. അതിന്റെ ഇടയ്ക്ക് ഒരു ടോപ്പിക് കിട്ടും അല്ലേ? അതാണ് ഞങ്ങൾ നോക്കിയത്. G സ്റ്റാർ സെൽ കോൺസ്റ്റന്റ് G സ്റ്റാർ ഈക്വൽ ടു R കാപ്പ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എടുത്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എടുത്തു. കോളറസ് ലോ എടുത്തു. ഇത്രയും വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ഓർത്തുനോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഉണ്ടാവാത്ത പുതിയ ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. എന്നാലും ഏകദേശം ഇവിടെയും വരെയാണ് നമ്മൾ ടോപ്പിക് എടുത്തത് കേട്ടോ. ഇന്നത്തെ കണ്ടന്റ് നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് ഈ ടോപ്പിക്കിൽ എടുക്കുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അതിനു മുമ്പ് ഇവിടെ ഒരു 2 ഇക്വേഷനും കൂടി ഉണ്ട് കേട്ടോ. ഓർത്തുനോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതാനായിട്ടുള്ള 2 ഇക്വേഷൻ, ആ ഇക്വേഷനും കൂടി ഒന്ന് എഴുതി വെച്ചു കേട്ടോ. രണ്ട് ഇക്വേഷൻ കൂടി എഴുതാം. ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ മതി. ആൽഫയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡ m ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട്. കേട്ടോ, ലാസ്റ്റ് എഴുതിയിരിക്കുന്നതിനോടൊപ്പം തന്നെ ലാസ്റ്റത്തെ ടോപ്പിക്കിൽ 2 ഇക്വേഷൻ കൂടി ഉണ്ട് കേട്ടോ. ആൽഫ എന്ന് എഴുതി വെച്ചു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എല്ലാവരും എഴുതിക്കോ കേട്ടോ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡ m ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട്. Exam 27 എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടോ?
ഫിസിക്സ് മൺഡേ അല്ലേ നിങ്ങൾക്ക്? Physics Monday. മൺഡേ എന്ന് പറയുന്നത് അപ്പൊ 22nd സാറ്റർഡേ ആണ്, 23rd സൺഡേ, 24 അത് ചോദിച്ചു 24 ഫിസിക്സ് കണ്ടിന്യൂസ് എക്സാം ആണോ? മറ്റേ ഫിസിക്സ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ബയോളജി അത് നമുക്ക് ഓ 25 ഓക്കെ. ഈ ബയോ ഇല്ലാത്ത ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കേട്ടോ നോക്കാം. ആ അങ്ങനെയാണെങ്കിൽ ഇത് മൺഡേ വരുന്നതാണ്. മൺഡേ കഴിഞ്ഞ് വരുന്ന വൈകിട്ട് നമുക്ക് അങ്ങ് പഠിച്ചോളാം. മൺഡേ ഞാൻ റിവിഷൻ ആ ചാപ്റ്റേഴ്സ് വെച്ചുതരാം, എന്നിട്ട് അന്ന് തീർത്തു കളയാം. അന്ന് രാത്രിയൊക്കെ ഇരുന്ന ക്ലിയർ ചെയ്തൊരു ചാപ്റ്റർ ആണ് തീർക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. വേറെ എത്ര പേർക്ക് ഈ ചാപ്റ്റേഴ്സുകൾ എക്സാമിന് വരുന്നുണ്ട്? ഈ നെക്സ്റ്റ് വീക്കിലോ അതിന്റെ വീക്കിലോ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോരി ആൻഡ് ആൽക്കഹോൾ ഫിനോൾ ഇത് ഈ രണ്ട് ചാപ്റ്റേഴ്സ് എത്ര പേർക്ക് ഇതിൽ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് അതിന്റെ വീക്കിലൊക്കെ ഇത് കഴിഞ്ഞിട്ട് എക്സാം എത്ര പേർക്ക് വരുന്നുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? ഭയം ഉണ്ടല്ലോ പിറ്റേ ദിവസം എക്സാം. സൺഡേ നിങ്ങൾക്ക് അപ്പോൾ വയ്ക്കാനും പറ്റില്ല, അത് ഞാൻ ആലോചിച്ചു. സൺഡേ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിനെ അഫക്ട് ചെയ്യും, അപ്പം അത് പറ്റില്ല. ഇന്ന് ഇതങ്ങ് തീർത്തിട്ട് വേണമെങ്കിൽ റിവൈസ് ചെയ്തോളാം കേട്ടോ. വേഗം നോക്കാം കേട്ടോ. ഇത് വേണ്ട ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് തരാം കേട്ടോ. ഒന്ന് എഴുതി കേട്ടോ. ഇത് എഴുതി വെച്ചോ, വേഗം തീർക്കാം. ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം. ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം കേട്ടോ. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ പിന്നീട് കിട്ടില്ല കേട്ടോ. മോളാർ കണ്ടക്ടിവിറ്റി, ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ ഡയലൂഷൻ, അത് ഡെഫിനിഷൻ കേട്ടോ. then ഇവിടെ ഒരു ഇക്വേഷൻ കൂടി കൊണ്ടുവരാം. Ka equal to C alpha square by 1 minus alpha. ഇതും കൂടി എഴുതി വെക്കുക കേട്ടോ. Ka നമ്മൾ സൊല്യൂഷനിൽ എഴുതിയ കാര്യം തന്നെയാണ്. ഈ ആൽഫ ഇവിടെ നിന്ന് കിട്ടിയാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എത്താൻ പറ്റും. Ka equal to C alpha square by 1 minus alpha. Ka ഇല്ല, ഇത് ഈ ഹെഡിങ്ങിനുണ്ടല്ലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതിന്റെ അണ്ടറിലാണ്. ഇത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഇത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka equal to C alpha square by 1 minus alpha. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. K equal to C alpha square by 1 minus alpha. ഇത്ര എത്തുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്കിന്റെ ഒപ്പം കിടക്കുന്നതാണ് ആക്ച്വലി വരുന്നത്. ഇന്നത്തെ ഹെഡിങ് എഴുതി വെക്കാം, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ടെക്സ്റ്റ് ബുക്ക് ആരെങ്കിലും ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസിന് 2 ലോസ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഇവിടെ നോട്ട് കണ്ടന്റ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഇത്രയും സമയം പഠിച്ച കൺസെപ്റ്റ് ഓർത്തു നോക്കുക. ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസ് പറഞ്ഞു. എന്തായിരുന്നു ഈ ചാപ്റ്ററിന്റെയും? ബാറ്ററി ഉണ്ടാക്കുകയാണ് ആക്ച്വലി അല്ലെ. ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ചാപ്റ്റർ നിങ്ങൾ കണ്ടന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കണം അല്ലെ. ബാറ്ററിയുടെ ആദ്യത്തെ ബാറ്ററിയാണ് ഡാനിയൽ സെൽ. എന്തിനാ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്? ഏറ്റവും ബെസ്റ്റ് ബാറ്ററി അല്ലെ. ടെസ്ല എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലേ, അതിനേക്കാളൊക്കെ നല്ല ബാറ്ററി ആര് കണ്ടെത്തും? നിങ്ങൾ കണ്ടെത്തുന്ന വിശ്വസിച്ചിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. ടെസ്ലയുടെ എന്ത് ബാറ്ററി ആയിരുന്നു പറഞ്ഞു അത് ഉപയോഗിക്കുന്നത്?
ലിഥിയം അയൺ ബാറ്ററിയാണ്. പക്ഷെ അതിൽ എന്തുണ്ട്, അതിന്റെ കോമ്പാക്ട് സൈസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിനെ അല്ലേ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, അതിനേക്കാളും ബെസ്റ്റ് എന്നുള്ള ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററിയുടെ ഇന്നോവേഷൻ നടക്കുന്നുണ്ട് ആക്ച്വലി അല്ലേ. ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വായിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിലൊക്കെ ഒരു പുതിയൊരു ഹൈപ്പോത്തിസിസ് ആയിട്ടുള്ള ഒരു റൂള് വന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ബാറ്ററിയെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ചൈനീസ് ആയിട്ട് ആരെങ്കിലും കേട്ടിരുന്നോ? ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 8 years or 9 years ഒന്നും ചെയ്യണ്ട, അത് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പോത്തിസിസ്. എന്തായിരുന്നു അത്? അവർ അതിന്റെ എക്സ്പെരിമെന്റിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആവാൻ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മള് ഈ ഇത് ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കാം. ആ ന്യൂക്ലിയർ പവറിന്റെ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് ആക്ച്വലി, അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് സക്സസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അറ്റ് വൺ ഹൈ എമൗണ്ട് ഓഫ് എനർജി വരുന്നു, ദെൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു അല്ലേ, ക്ലിയർ ചെയ്ത് പോകുന്നു. പിന്നെ പണ്ടത്തെ അതനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നെറ്റും ബാക്കി കാര്യങ്ങളായതുകൊണ്ട് ഇന്നോവേഷൻ പെട്ടെന്ന് എല്ലായിടത്തോട്ടും വരുന്നുണ്ട് ആക്ച്വലി പോകുന്നു അല്ലേ. അപ്പോൾ ക്ലിയർ ആയിട്ടൊന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അതിന്റെയൊക്കെ ബേസ് ഏറ്റവും താഴെയുള്ള ഒരു ലെവലിൽ നിന്ന് അല്ലെ കൊണ്ടുവരാണ്. ഇനി ഈ ബാറ്ററി എന്ന് പറയുന്ന ഇത്രയും വരെയുള്ള അതിന്റെ തിയറട്ടിക്കൽ കണ്ടന്റ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്, തിയറട്ടിക്കൽ കണ്ടന്റ്. ഇനി പഠിപ്പിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്ര സമയം പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇനി നേരെ തിരിച്ചെന്തായിരിക്കും, ഇലക്ട്രിക്കൽ എനർജി അല്ലെ ടു കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി നമ്മൾ വാട്ടറിലേക്ക് പാസ് ചെയ്താൽ എന്ത് പറ്റും? പ്യുവർ വാട്ടർ ഇലക്ട്രോളിസിസ് നടക്കും. അപ്പൊ ഇലക്ട്രോളിസിസ് ആണ് ഇനി പഠിക്കുന്നത്. അപ്പൊ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വലി ആദ്യത്തെ ലോ പറയുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് റിയാക്ഷൻ നടക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇലക്ട്രിക്കൽ എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും അല്ലെ. ഞാൻ അറിയാതെ ഇവിടെ സ്വിച്ചിന്റെ സോക്കറ്റിൽ എന്റെ കൈ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എനിക്ക് 1 സെക്കൻഡ് അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഒരു 30 സെക്കൻഡ് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത് അല്ലെ? 30 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ന്യൂ പ്രോഡക്റ്റ് ആയിട്ട് ഒരു പെട്ടിയിൽ പോകേണ്ടി വരും, ഓർത്ത് നോക്കാം ഉറപ്പായിട്ടും. അപ്പൊ അവിടെ എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. എന്തായാലും നടക്കും. അത് പറഞ്ഞു ഇലക്ട്രിസിറ്റിന്റെ ബോഡി കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ. മെയിൻ ആയിട്ട് ഓർത്ത് നോക്കുന്നത് ബ്ലഡ് സെൽസ് മുതൽ എല്ലാ പറയുന്ന അല്ലെ ലൈഫ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഡീകമ്പോസിഷൻ നടക്കും. അങ്ങനെ ആകുമ്പോഴാണ് പുതിയ പ്രൊഡക്റ്റ് ആവുന്നത്. അത് തന്നെയാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ആദ്യത്തെ ലോ എന്താ? ഒറ്റ വേർഡി പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. ഐക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്ത്? കെമിക്കൽ റിയാക്ഷൻ. അതാണ് ആദ്യത്തെ ലോ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ലോ നമ്മൾ ആ കൺസെപ്റ്റ് എഴുതുമ്പോൾ അതിന്റെ വേർഡിൽ മീനിങ് നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഫസ്റ്റ് ലോ എഴുതാം കേട്ടോ, ഹെഡിങ് എഴുതി നോക്കാം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് ലോ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് ലോ. The amount of chemical reaction, first law, the amount of chemical reaction, which occurs, at any electrode during electrolysis, the amount of chemical reaction which occurs at any electrode during electrolysis by a current is proportional to the quantity of electricity pass through the electrolyte. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The amount of chemical reaction which occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. Clear ആണോ? എല്ലാവരും എഴുതിയോ? Okay.
ക്ലിയർ അല്ലേ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് കെമിക്കൽ റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. കെമിക്കൽ റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. പ്രൊപ്പോർഷണൽ ടു ദി എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി. ഉണ്ടോ? അതും കൂടി ഒപ്പെടുത്ത് നോക്കാം. പെട്ടെന്ന് നോക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്തിന്റെ പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ വരും അല്ലേ? പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. കേട്ടോ? നോക്കാം. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ അല്ലെ പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ആ രീതിയിൽ നോക്കാം. ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. കേട്ടോ? ഫാരഡേസ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ ചോദിക്കോട്ടോ കിട്ടണം. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട്. അതുപോലെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയല്ല, എഴുതുമ്പോൾ ഫുൾ ആയിട്ട് ഇതുപോലെ തന്നെ എഴുതണം. ഇപ്പൊ പഠിക്കുമ്പോൾ ഒരു ചെറിയ തോട്ടായിട്ട് ഓർത്ത് നോക്കാം. സെക്കൻഡ് ലോ ഒന്ന് എഴുതി വെച്ചു. സെക്കൻഡ് ലോ എഴുതിയിട്ട് എന്താന്ന് പറഞ്ഞുതരാം. The amount of different substance liberated by the amount of second law ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. The amount of different substances, the amount of different substances liberated by the same quantity of electricity, the same quantity of electricity, the amount of different substances liberated by the same quantity of electricity passing through the electrolytic solution, passing through the electrolytic solution, passing through the electrolytic solution are proportional to their chemical equivalent weight, their chemical equivalent weight, their chemical equivalent weight, equivalent weight, their chemical equivalent weight. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ. ഈ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ് എന്താണെന്ന് എഴുതണേ കേട്ടോ. ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ atomic mass of metal divided by number of electron required to reduce the cation. ഈ ലോ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ അല്ലേ? എന്തായിരുന്നു സംഭവം പറയുന്നത്? The amount of different substances liberated by the same quantity of electricity. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. The amount of different substances liberated. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് വെറുതെ ഇക്വേഷൻസ് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒന്നും പറയുന്നില്ല. ഈ ലോ പറയുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ ഇക്വേഷൻസ്, പിന്നെ നേരെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അതിലേക്കാണ്. പക്ഷേ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവണം. ഓർത്ത് വെക്കുക. ഈ ലോ ഇപ്പൊ കാണാതെ പറയാൻ പറ്റണം. അപ്പോൾ ഓർത്ത് വെക്കുക. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ഈ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസുകളാണ് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത്. ആദ്യത്തെ ഇക്വേഷൻ Q equal to IT. Q equal to IT. Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ്. കേട്ടോ? I എന്തായിരിക്കും? കറന്റ്. T എന്തായിരിക്കും? ടൈം ഇൻ സെക്കൻഡ്. ഇതാണ് ആദ്യത്തെ ലോ ഇത് വരുന്നത്. ആദ്യത്തിൽ എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ടോ? ഓർത്ത് നോക്കുക. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഐയും ടിയും തന്നെ അല്ലെ? ഞാൻ നേരത്തെ ഷോക്ക് അടിച്ചപ്പോ എനിക്ക് ടൈം നോക്കിയിട്ടല്ലേ നമ്മൾ പറഞ്ഞേ അല്ലെ? ഒരു സെക്കൻഡ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, കൈ പോകുന്നു പറഞ്ഞു. 30 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാറും. എന്തുകൊണ്ടാണ്? ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഡിഫറെന്റ് ആണ് അല്ലെ? Q equal to IT ആണ്. അതാണ് ഫസ്റ്റ് ലോ എന്ന് വരുന്ന ഇക്വേഷൻ. സെക്കൻഡ് ലോ എന്ന് വരുന്ന ഇക്വേഷൻ ആണ് F equal to M/N. F equal to M/N. ഇതാണ് സെക്കൻഡ് ലോ എന്ന് വരുന്ന ഇക്വേഷൻ. ഈ സെക്കൻഡ് ലോ പറയുന്നതും ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. F equal to M/N എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ F എന്താണ്? F ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. F എന്തായിരുന്നു? ഫാരഡേ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ എഴുതിയാണ് F ന്റെ വാല്യൂ. F is equal to 96500 കൊളും.
ഇതാണ് എഫിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എം എന്ന് പറഞ്ഞ ആറ്റമിക് മാസ്. എന്തായിരുന്നു നമ്മൾ ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് എ കാറ്റയോൺ. ഇതാ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ കൺസെപ്റ്റ് ഒന്ന് കൊണ്ടുവരാം. എഫ് ഈക്വൽ ടു എം ബൈ എൻ എ. ഇവിടെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുന്നത് കോപ്പർ എടുക്കാം. കോപ്പറിന്റെ കേസ് എടുക്കുമ്പോൾ കോപ്പറിന്റെ ആറ്റമിക് മാസ് എത്രയാണ്? ആറ്റമിക് മാസ് കോപ്പറിന്റെ മാസ് എത്രയാണ്? ആറ്റമിക് നമ്പർ മാസ് കോപ്പർ മാസ് 63 ആണ് കോപ്പറിന്റെ മാസ് കേട്ടോ. സോഡിയത്തിന്റെ മാസ് 23 അറിയാലോ. അതുപോലെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ കോപ്പർ എടുത്തോളൂ. കോപ്പർ എടുക്കുന്നു. അടുത്ത എക്സാമ്പിളാണ് എക്സാമ്പിൾ 2. ഇത് എക്സാമ്പിൾ 1 ആണ്. നമ്മൾ കോപ്പർ എടുത്തു എക്സാമ്പിൾ 1. എക്സാമ്പിൾ 2 നമ്മൾ എടുക്കുന്നത് സോഡിയം എടുത്തു. സോഡിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഡിയം അതിന്റെ ആറ്റമിക് മാസ് 23 ആണ്. ഇവിടെ നോക്കുക, എഫ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് ഇട്ടാൽ എഫ് ഈക്വൽ ടു എം. എം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആറ്റമിക് മാസ് ഓഫ് കോപ്പർ എത്ര വരും? 63 ഡിവൈഡഡ് ബൈ എൻ. കോപ്പർ എത്രയായിരിക്കും? കോപ്പറിന്റെ ഫോർമുല എങ്ങനെയാ? Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഓർത്ത് നോക്കുക, കോപ്പറിന് 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. വാലൻസി ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. 63/2 ഗ്രാം. F equal to 63/2 ഗ്രാം. ഇനി ഇവിടെ നോക്കിയേ, F equal to എന്ത് വരും? സോഡിയം എത്രയായിരുന്നു? 23 ആണ് അല്ലേ? ഓർത്ത് നോക്കുക, സോഡിയം എന്താ? Na പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? N. ഇങ്ങനെ വന്നാൽ അത് 1 ഇലക്ട്രോൺ ആണ്. അങ്ങനെ വരുമ്പോൾ 23/1 ഗ്രാം. 23/1 ഗ്രാം. ഇതാണ് നമ്മൾ 2 എക്സാമ്പിൾ ആയിട്ട് വെക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പഠിക്കാം. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇഫ് the amount of different substance liberated by the same quantity of electricity. Okay, the amount of different substance liberated ചെയ്തേക്കുന്ന different substance അല്ലേ? ഇത് എത്രയാ? 63/2 ഗ്രാം. ഇത് എത്രയായിരുന്നു? 23 ഗ്രാം. The amount of different substance liberated by the same quantity. ഏതാ quantity? 1 Faraday. Same quantity അല്ലേ? The amount of different substance liberated by the same quantity. ആരാണ് സെയിം? 1 Faraday. Same quantity of electricity. അല്ലേ? ഓർത്തു വെക്കുക. ഇനി എന്തായിരുന്നു? അത് എങ്ങനെയാ പ്രൊപ്പോർഷണൽ ആയിട്ട് പറഞ്ഞത്? The amount of different substance liberated by the same quantity of electricity. എന്തിന് പ്രൊപ്പോർഷണൽ? Proportional to their chemical equivalent weight. What do you mean chemical equivalent weight? Atomic mass divided by number of electrons. ആണ് ഓർത്തു വെക്കുക. ഇനി ഈ ഫാരഡേ എങ്ങനെ കണ്ടെത്തിയെന്ന് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫാരഡേ എങ്ങനെ കണ്ടെത്തിയത്? ഫാരഡേ ഈ വാല്യൂ എങ്ങനെ കിട്ടിയെന്ന്? 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഫാരഡേ കേട്ടോ. ഫാരഡേ അറിയാലോ നിങ്ങൾക്ക് അല്ലേ? ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എല്ലാത്തിന്റെ ബേസ് ആയിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോ ഈ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇത് കണ്ടെത്തിയത് എങ്ങനെയാണെന്നാണ് 1 Faraday. 1 Faraday എങ്ങനെ കണ്ടെത്തിയെന്ന് പറയുന്നത്? 1 മോൾ. മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ? 6.022 into 10⁻23 into ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 into 10⁻90 ഉണ്ടോ? പുറത്ത് നോക്കി ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ 487 ഒക്കെയാണ്. അത് റൗണ്ട് ചെയ്ത് അവർ 500 കൊളുമ്പിലേക്ക് എത്തി കേട്ടോ. ഇതിന്റെ ഗുണം എന്താണ്? ആക്ച്വലി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? നിങ്ങൾക്ക് അറിയാം, Q equal to IT ആണ് അല്ലേ? ഓർത്ത് നോക്കാം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ Q എന്ന് പറയുന്നത് എന്താ? IT ചെയ്യുമ്പോൾ എന്താ? ചാർജ് കിട്ടും, കൊളുമ്പ് കിട്ടും. മനസ്സിലായി? ആ കൊളുമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ കൂടെ എത്ര ഇലക്ട്രോൺ ആണ് പോണേന്ന് പറയാം. എത്ര ഇലക്ട്രോൺ? അത്ര ആക്യുറേറ്റ് ആയിട്ട് പറയും എത്ര ഇലക്ട്രോൺ. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ അറിയാവുന്ന ഇപ്പോൾ ഏറ്റവും പുതിയൊരു ടെക്നിക്കലായിട്ട് ഈ മൊബൈൽ ഉണ്ട്. ആ വർക്ക് ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺ അതിലേക്ക് പോകണം, എത്ര സ്പീഡിൽ പോകണം, എന്നാലാണ് അത്രയും ഇത് വരുള്ളൂ. അങ്ങനെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഇവിടെ നിന്ന് കിടക്കണേ. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അത്രയ്ക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ള അല്ലേ? ഓർത്തു നോക്കാം. അപ്പൊ അത്രയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണം. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ വരുന്ന ഇലക്ട്രോൺ എത്ര ചാർജാണ്, എത്ര സ്പീഡിൽ പോകണം, എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ എല്ലാം ബേസ് ഇവിടെ നിന്നാണ് വരുന്നത്.
ഐഡിയ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോൺ എത്ര എണ്ണം പോവും, അവിടെ എത്ര ചാർജ് വേണം, എത്ര ഇത് വേണം എന്നുള്ളതെല്ലാം അസൈൻ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇപ്പൊ നമുക്ക് LED എത്ര ഇലക്ട്രോൺ വേണം, കുറവായിരിക്കും അല്ലേ, പുറത്ത് നോക്കാം. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് താനും കേട്ടോ. ഇതിലേക്ക് വരുമ്പോൾ ഇതിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ. അപ്പോൾ ഈ ഇതിന്റെ താഴെ ഫാരഡേസിന്റെ സെക്കൻഡ് ലോയുടെ താഴെയായിട്ട് 2 ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് Q = IT, ബോക്സ് ഇട്ട് വെക്കണം. ബോക്സ് ഇട്ട് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം കേട്ടോ. Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാർജ് ആണ് കേട്ടോ. I എന്താണ്? കറണ്ട്. T എന്തായിരിക്കും? കേട്ടോ നോക്കാം. എഴുതുമ്പോൾ ബോക്സ് ആക്കണം കേട്ടോ. അവിടെ നോക്കാം. സെക്കൻഡ് ബോക്സ് ഇതാണ്. F = m/n. F = m/n. എന്നിട്ട് ഈ 2 എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ 1 കോപ്പർ, എക്സാമ്പിൾ 2 സോഡിയം. F ന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് അത്രയും എഴുതണം കേട്ടോ. F ന്റെ വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. F ന്റെ വാല്യൂ ബാക്കിയായിട്ട് ചെയ്യണം കേട്ടോ. 96500 കൊടുക്കും. 96,500 അത് കാണാതെ പഠിച്ചു പോകണം കേട്ടോ. പിന്നെ ഇത് 2 എക്സാമ്പിൾസ്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഇത്ര വരെ എഴുതിയല്ലോ. നെക്സ്റ്റ് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ വേറൊരു ഇക്വേഷൻ കൂടി എഴുതിത്തരും. ആ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന ബാക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എക്സസൈസിൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ബോർഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല ഒത്തിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരേ സമയത്ത് ഇലക്ട്രോസിസ് നടക്കുന്ന സെക്ഷൻ. ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. ഇനി ഈ രണ്ടാമത് എഴുതുന്ന ഇക്വേഷൻ ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടുണ്ടാകുന്ന ഇക്വേഷൻ ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ എറേഴ്സ് വരില്ല. അതിന്റെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിന്റെ 2 ഫോർമാറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നോക്കാം. അപ്പോൾ ഈ 2 എണ്ണം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കിടക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് 2 ഡിറൈവ് ചെയ്യുന്നതാണ് അടുത്ത ഇക്വേഷൻ കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ടില്ല. പക്ഷെ എക്സാമിന് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഈസി ആയിട്ട് എറർ ഇല്ലാതെ ചെയ്യാനും പറ്റും കേട്ടോ. എന്താണെന്ന് പറഞ്ഞുതരാം. W = m/nf into IT. ഒന്ന് എടുത്ത് എഴുതി കേട്ടോ. W = m/nf into IT. ഇതിന്റെ അണ്ടറിൽ തന്നെ എഴുതി. എന്നിട്ട് നമുക്ക് ഓരോന്നും മെൻഷൻ ചെയ്ത് തരാം. W = m/nf into IT. W = m/nf into IT. ഇനി ആ W എന്താണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. W വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്, വെയിറ്റ് ഓർ മാസ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പറയാം. വെയിറ്റ് ഓർ മാസ് ഓഫ് സബ്സ്റ്റൻസ്, വെയിറ്റ് ഓർ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആനോഡ് ഓർ കാഥോഡ്.
വെയിറ്റ് ഓർ മാസ്. ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റനിൽ ചേർക്കുന്ന വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ പെർട്ടിക്കുലർ ഇലക്ട്രോൺ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ മാസ് ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പൊ വെയിറ്റ് ഓർ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ആനോഡ് ഓർ കാഥോഡ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് റെഡിമെയ്ഡ് ഇക്വേഷൻ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് എടുത്തെഴുതിക്കും കേട്ടോ. അപ്പൊ ഈ പഠിച്ചത് എങ്ങനെയാണ് ചോദിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് വേഗം ഒന്ന് എടുത്തെഴുതി വെച്ചോ. ഇതെല്ലാം എഴുതിയില്ലേ എല്ലാവരും? ബാക്കിയൊക്കെ സെയിം ആണ്. എം മാസ്, എൻ എന്തായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺ, എഫ് ഫാരഡേ കോൺസ്റ്റന്റ്, ഐ കറന്റ്, ടി എന്തായിരിക്കും ടൈം ഇൻ സെക്കൻഡ് അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇതിന്റെ താഴെ ഒന്ന് എഴുതി വെച്ചേ ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് CuSO4, എ സൊല്യൂഷൻ ഓഫ് CuSO4 കോപ്പർ സൾഫേറ്റ് കേട്ടോ. എ സൊല്യൂഷൻ ഓഫ് CuSO4 ഈസ് electrolyzed for 10 minutes. For 10 minutes with a current of 1.5 amperes. With a current of 1.5 amperes. Full stop. What is the mass of copper? What is the mass of copper deposited at the cathode? What is the mass of copper deposited at the cathode? What is the mass of copper deposited at the cathode? ബ്രാക്കറ്റിൽ അവിടെ എഴുതി വെക്കാം. ആറ്റമിക് മാസ് ഓഫ് കോപ്പർ 63. ആറ്റമിക് മാസ് ഓഫ് കോപ്പർ 63. ആറ്റമിക് മാസ് ഓഫ് ദി കോപ്പർ 63. അപ്പോൾ ഓർത്ത് നോക്കാം, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അവരെങ്ങനെ തരുന്നോ ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഓർത്ത് നോക്കുക, കൺസെപ്റ്റ് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അവർ 2 ലൈനിൽ എഴുതി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ നേരത്തെ ഒരു റെഡിമെയ്ഡ് ഫോർമുലയില്ലേ അതും വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ രണ്ടും കാണിച്ചു തരാം, എന്താണ് വ്യത്യാസം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ഓഫ് CuSO4. ആദ്യം CuSO4 ആണ്, കോപ്പർ സൾഫേറ്റ് ആണ് തന്നിരിക്കുന്നത്. CuSO4 electrolyzed for 10 minutes. 10 minutes ഇലക്ട്രോലൈസ് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ T തന്നിട്ടുണ്ട് അല്ലേ? T 10 minutes. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഈ ഇതിൽ പറഞ്ഞു T എപ്പോഴും ഓൾവേസ് സെക്കൻഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? T equal to 10 into 60 എത്രയായിരിക്കും? 600 സെക്കൻഡ്. 600 സെക്കൻഡ് with a current of 1.5 ampere. കറണ്ട് I എത്രയാണ്? 1.5 ampere. What is the mass of copper deposited at the cathode? What is the mass of copper deposited in a cathode? Cathode. Atomic mass of copper equals 6. ഇനി ആറ്റമിക് മാസ് ഓഫ് കോപ്പർ അല്ലേ? ആറ്റമിക് മാസ് ഓഫ് കോപ്പർ നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു? ആറ്റമിക് മാസ് ഓഫ് കോപ്പർ Cu ആണ്. എത്രയാണ്? 63. എത്രയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്കാണ് പോകുന്നത്. Q equal to IT. Q equal to IT. Q I എത്രയാണ്? 1.5. T എത്രയായിരുന്നു അല്ലേ? 10 into 60 600. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.5 into 600 എത്രയാണ്? 900 അല്ലേ? ഓർത്തോ, ഡൗട്ട് ഉണ്ടോ? 1 into 600 എന്ന് പറഞ്ഞാൽ 600. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? 600 ഹാഫ് എത്ര? 300. ആഡ് ചെയ്താൽ എത്ര കിട്ടും? 900 അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. 900 കോഡ്. അപ്പോൾ Q equal to 900 കോഡ്. ഇത് അവിടെ കിട്ടി അല്ലേ? അവിടെ പോകാം. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയും വരെ ഓക്കെ അല്ലേ? Q equal to IT വെച്ച് ഇവിടെ വരെ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? F equal to
m by n. അപ്പോൾ F എന്ന് പറഞ്ഞാൽ എത്രയാ? 96500 കോളം. അപ്പോൾ നോക്കാം F equal to m by n സെക്കൻഡ് ഇക്വേഷൻ ആണ്. 96500 കോളം equal to m. m എത്രയായിരുന്നു ആറ്റമിക് മാസ്? 63 ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CuSO4. CuSO4 എന്ന് പറഞ്ഞാൽ Cu2 പ്ലസ് ആൻഡ് SO4 എന്നാണ് ആക്ച്വലി. അപ്പോൾ ഇത് Cu2 പ്ലസ് SO4 2 മൈനസ് 2 പ്ലസിന് ആക്കാനായിട്ട് എത്രയായിരിക്കും ഇലക്ട്രോൺ വേണ്ടത്? 2 ഇലക്ട്രോൺ അല്ലേ? പ്ലസ് 1 ആണെങ്കിൽ എത്രയായിരിക്കും? 1 ഇലക്ട്രോൺ. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ 2 ആയിരിക്കും വരുന്നത്. ഇത്രയും ഗ്രാം കോപ്പർ. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്. ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 coulomb equal to എത്രയാണ്? 1 coulomb എന്ന് പറയുമ്പോൾ എന്താ? ഇതിന് ഈക്വൽ സെറ്റ് പുറത്തേക്ക്. അപ്പൊ എങ്ങനെ വരും? 63 ഡിവൈഡഡ് ബൈ t അല്ലേ? 2 ഇത് 1/96500 ഗ്രാം 1 coulomb. ഇനി ഇവിടെ നമുക്ക് കണ്ടെത്തുന്നത് എത്രയാണ്? 900 coulomb ആണെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 900 coulomb Q equal to IT അല്ലേ? IT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്റെ ബോഡിയിലേക്ക് നേരത്തെ ഒരു കറണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ആ കറണ്ടിന്റെ വാല്യൂ ആണത്. ഈ 900 coulomb ആണെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും കോപ്പർ? ഇതാണ് ചോദ്യം. Therefore 900 coulomb equal to എന്ത്? 63/2 into 1/96500 അല്ലേ? ഇൻറ്റു എത്ര വരും? 9. ഇത് 1 coulomb കാണാൻ കാരണം എന്താ? നമുക്കറിയാം ഒരു പേനയുടെ വില 10 rupees ആണെങ്കിൽ 3 പേനയുടെക്ക് എന്തായിരിക്കും അല്ലേ? 10 into 3 30. അതുപോലെ 1 coulomb കണ്ടെത്തി. ഇനി ഇത് 20 coulomb ചോദിച്ചാൽ into 20, 900 coulomb ചോദിച്ചാൽ into 900 ഉണ്ടോ? അത്രേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും ആൻസർ? ആൻസർ ഇവര് പറഞ്ഞേക്കുന്ന കറക്റ്റ് വാല്യൂ അനുസരിച്ചിട്ട് 0.2938 ഗ്രാം ആണ്. 0.2938 ഗ്രാം. ഇവര് 96487 ആണ് എടുത്തേക്കുന്ന വാല്യൂ. ചെറിയ വ്യത്യാസം വരാം. ഓക്കെ, ഏതാ? ഇതാണ്. ഇത് 1 coulomb. 1 coulomb ഇത്രയും ഗ്രാം കോപ്പർ ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ 2 coulomb ആണെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു 2 ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 10 coulomb ആണെങ്കിൽ എത്ര വരും? അപ്പൊ 900 coulomb ആകുമ്പോൾ എത്ര കൊടുക്കും കേട്ടോ? എന്തിനാ റീസൺ ഇങ്ങനെ 1ലേക്ക് എടുക്കാൻ കാരണം? 1 അല്ലേ? ഒരെണ്ണത്തിന്റെ പ്രൈസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ് അല്ലേ? പുറത്ത് നോക്കാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തു വെച്ചേക്കുന്നത് പർപ്പസ് അനുസരിച്ച് അല്ലേ? നമ്മുടെ കടകളിലൊക്കെ പോയ 1 kilogram അതിനായിരിക്കും പ്രൈസ് കൊടുക്കുക. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? പുറത്ത് നോക്കാം. അതിന് പകരം എന്ത് ചെയ്യും? സാധാരണ അമേരിക്കാര് അവരിപ്പോ എന്താണ് 375 ഗ്രാം എന്റെ പാക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുറത്ത് നോക്കാം. അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ അറിയാം. ഇപ്പൊ ലുലുലൊക്കെ PVR പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊക്കക്കോള തരും. കൊക്കക്കോള ഒരു ബോട്ടിലും ഇതൊക്കെ തന്നെ 200 rupees ഒക്കെ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇന്ത്യയിൽ. 900 ml നമുക്ക് ഇത്ര പ്രൈസ് ആയിട്ടാണ് വെക്കുന്നത്. പക്ഷെ അവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരിക്കലും ബോട്ടിൽ ആക്കി തരില്ല. PVR നിങ്ങൾ പോകുമ്പോൾ കൊക്കക്കോള എന്തെങ്കിലും ബോട്ടിലായിരിക്കും കിട്ടാറില്ല. കൊക്കക്കോളയുടെ ബോട്ടിൽ വായി ചോദിച്ചാൽ പോലും തരില്ല. അത് അവരപ്പുറത്ത് ചെയ്യുന്ന ആ സെയിം ബോട്ടിൽ തന്നെ പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി തരും. അതെന്താ ആക്ച്വലി സെർവ് ചെയ്യുന്നു. ആ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന വില ഐഡിയ മനസ്സിലായി മറന്നുവെക്കാം. അല്ലെങ്കിൽ ആ കുപ്പിക്കാണ് നിങ്ങൾക്ക് ആ പ്രൈസ് വാങ്ങിക്കുന്നതെങ്കിൽ അപ്പൊ തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് കംപ്ലൈന്റ് കൊടുത്താൽ MRP കൂടുതൽ ഒന്നും വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ MRP മാറ്റുന്നതാണ് ആക്ച്വലി ചെയ്യുന്നത് പ്രോസസ്. അപ്പോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. 1 coulomb കൊണ്ടുവരുന്നതിന്റെ റീസൺ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും ഇതാണ് വന്നേക്കുന്ന ആൻസർ. ഇത്ര ഒന്ന് എടുത്തതാണ് ഇത്ര എടുത്തെഴുതണം. ഞാൻ ഈ സ്പേസ് വിട്ടത് ഇവിടെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് അടുത്തതിൽ ചെയ്യാൻ പോകുന്നത്. ഇത്രയും വരെ എല്ലാവരും ഒന്ന് എടുത്തെഴുതുക കേട്ടോ. എന്നിട്ട് ഓൾട്ടർനേറ്റ് മെത്തേഡ് ഞാൻ അടുത്തത് പറഞ്ഞുതരാം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഇതേ മെത്തേഡാണ്. ഈ മെത്തേഡിലാണ് കൊണ്ടുവരുന്നത്. ചെയ്തേക്കുന്ന ഫോർമുല പറയാം. നമ്മൾ ചെയ്തു Q equal to IT. അങ്ങനെ Q ഫൈൻഡ് ചെയ്തു. അതാണ് ആദ്യത്തെ ഗെയിം കണ്ടോ? പുറത്തു നോക്കാതെ ഇത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ബോക്സിലാക്കി വെക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ വരെ കണ്ടെത്തുന്നു. സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ പറയുന്ന ഇത്രയും കറണ്ടും ഇത്രയും
ടൈം ഉണ്ടെങ്കിൽ അല്ല ഇത്രയും 900 കുളും പോകുന്നു. ആ 900 കുളുപ്പിന് എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതാണ് കണ്ടെത്തേണ്ടത്. എഴുതിയോ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും എഴുതിയത് എഴുതാം. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത മെത്തേഡ്, അത് ഇതിന്റെ ഒരു ഡെറിവേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് എഴുതണം. ഈ രണ്ട് ഇക്വേഷനും എടുത്ത് എഴുതണം. എക്സാമിന് എന്താ ചെയ്യേണ്ടത്? ഇതുവരെ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതണം. മനസ്സിലായോ? ഇവിടെ വരെ എടുത്തെഴുതണം. തന്നേക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന വാല്യൂ ഒക്കെ എടുത്തെഴുതുന്നു. ഈ രണ്ട് ഇക്വേഷനും എടുത്തെഴുതുന്നു. അപ്പൊ നമുക്ക് Q = IT അറിയാം, F = M/N എന്ന് പറയാം. അത് കഴിഞ്ഞ് തേർഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് എഴുതും? W = M/NF × IT. W = M എത്രയായിരുന്നു? 63 by N എത്രയായിരുന്നു? 2. F എത്രയായിരുന്നു? 96500. then I എത്രയായിരുന്നു? 1.5. T എത്രയായിരുന്നു? 600. നോക്കിയേ, ഇതും ലാസ്റ്റ് സെയിം അല്ലേ? നോക്കിയേ, 63/2 96500 1.5 × 600. ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ പല കുട്ടികൾക്ക് ഇവിടെ വെച്ചിട്ട് തെറ്റിപ്പോകും. നേരത്തെ ഇയാൾ ചോദിച്ച പോലെ 1 കൊടുമ്പ് എഴുതി, പിന്നെ എന്തിനാണ് ഇവിടെ എത്തുമേ പല കുട്ടികളും ചോദിക്കുന്ന ഒരു സ്റ്റക്കിംഗ് ആണ്. ഇതുണ്ട് എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിലുണ്ടാ തന്നെ അവിടെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? 1 കൊടുമ്പിലേക്ക് എന്തിനാക്കണേ അങ്ങനെ ആലോചിക്കും. മനസ്സിലാവും? ഒരാൾ മാത്രമേ ചോദിച്ചോളൂ. പക്ഷെ അങ്ങനെ ബ്രെയിൻ ആലോചിക്കുന്നു. നമുക്ക് ഇവിടെ വരെ തിരിഞ്ഞ് സ്റ്റക്കാണ്. കാരണം എല്ലാം ഉണ്ടല്ലോ, ഒരു ഇക്വേഷനിലേക്ക് എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ? അപ്പൊ ഇതിലേക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വരും. ഇനി മെയിൻ പ്രശ്നം അതല്ല. ഇപ്പൊ ഇതിലില്ലേ, ഇവര് ഈ W തരും എന്നിട്ട് I ചോദിക്കും. അപ്പൊ ഇതിന്റെ റിവേഴ്സ് ആയിട്ട് ആലോചിക്കണം. W തരും എന്നിട്ട് എന്ത് ചോദിക്കും? I അല്ലെങ്കിൽ T ചോദിക്കും. അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷൻ ആണെങ്കിൽ എറർ വരില്ല. എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ആണെങ്കിൽ എങ്ങനെ ആലോചിക്കണം അറിയോ? ഈ W തരുമ്പോ എത്ര കൊടുമ്പ് കിട്ടുന്നു ആലോചിക്കണം, എന്താക്കണം. എന്നിട്ട് അതും ഈ സെക്കൻഡ് ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും എറർ വരാൻ ചാൻസ് ഉണ്ട്. കൺസെപ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഡിറൈവ് ചെയ്യുന്നത് ഇതിലാണെങ്കിൽ എറർ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ തന്നേക്കുന്നതും ഈ രണ്ട് ഇക്വേഷൻ എഴുതി ഓൺ ദി സ്പോട്ട് ടീച്ചേഴ്സിനെല്ലാം ക്ലിയർ ആണ്. പിന്നെ ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായി? ഇപ്പോൾ ക്വസ്റ്റൻ എന്തൊക്കെ വരും? ഒന്നല്ലെങ്കിൽ W തരും, ഇത്രയും എമൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്കൊരു വാച്ച് ഉണ്ട് കരുതാം. അത് അയാൾ പ്യുവർ ഗോൾഡിലേക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നു. അയാൾ കൊടുക്കുന്നത് 1/2 പവൻ. ഒരു പവൻ എത്ര ഗ്രാമം? 8 ഗ്രാം. 1/2 പവൻ എന്ന് പറയുമ്പോൾ എത്രയാ? 4 ഗ്രാം വെച്ച് കണ്ടെത്തണം. പറ, 4 ഗ്രാം ഇയാൾക്ക് ഒരു വാച്ച് ഇയാൾക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം. 4 ഗ്രാം അല്ലേ? 4 ഗ്രാം എന്ന് പറയുന്നത് അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ചോദ്യം ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. 4 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം. ആ ഗോൾഡ് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടൈം അയാൾ എടുക്കണം, എത്ര കറണ്ട് അയാൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ Iയും Tയും ഇതേ ഇക്വേഷൻ. അപ്പൊ എന്തായിരിക്കും? W എത്രയാ? 4 ഗ്രാം. M ഗോൾഡിന്റെ മാസ്, F സെയിം ആണ്, N 2 ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I തന്നുണ്ടാവും, T ചോദിക്കും. മനസ്സിലായി? അപ്പൊ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്താ ചെയ്യാറ്? അതെല്ലാം സെറ്റ് ആയിരിക്കും, കറണ്ട് അവർക്ക് സെറ്റ് ആയിരിക്കും. അവർക്കറിയാം 30 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ ഇത്രയും ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ ഗോൾഡ് കവറിംഗ് എന്നൊക്കെ പറയുന്ന സ്ഥലം കണ്ടില്ലേ? അത് ഒറിജിനൽ ആയിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത്ര സെക്കൻഡ് അവരും എന്ത് ചെയ്യും? ക്ലോസ് ചെയ്ത് വെക്കും. അത്ര സെക്കൻഡ് കൊണ്ട് ഇത്ര ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. T എന്ന് പറയുന്നത് ടൈമാണ്. ആ ടൈം വെച്ചിട്ടാണ് കണ്ടെത്തുക കേട്ടോ. ഓർത്ത് നോക്കാം. W എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. ആ രീതിയിൽ കൊണ്ടുവരുന്നതാണ് ഈ ഇക്വേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിന് ആൻസർ എന്ത് തന്നെയായിരിക്കും? ഇത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഈസി ആവുന്നത് അതുകൊണ്ടാണ്. W = 0.2938 ഗ്രാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇതെടുത്ത് ലോസുകൾ ഒന്നുകൂടി പറയാം. എന്തായിരുന്നല്ലോ? ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ എന്തായിരുന്നു? പറഞ്ഞു നോക്കിയേ. 2 വേർഡിൽ പറഞ്ഞാൽ മതി. എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. അങ്ങനെ ഓർത്ത് നോക്കാം. സെക്കൻഡ് ലോയിൽ എന്താ പറഞ്ഞേ?
ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യും അല്ലെ. നമ്മൾ കണ്ടു കോപ്പറും സോഡിയം ഒക്കെ ലിബറേറ്റ് ചെയ്തു. എപ്പോഴാണ് എന്ത് ക്വാണ്ടിറ്റി കൊടുത്തേ? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതായിരുന്നു ഫാരഡേ അല്ലെ. ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊപ്പോർഷണൽ ടു their chemical equivalent weight. What do you mean chemical equivalent weight? M/N. That is the chemical equivalent weight. കേട്ടോ നോക്കാം. അതിന്റെ അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ. നോക്കാം ആ ഒരു ഏരിയ തീരാണ്. Then next ഇതിന്റെ തന്നെ സെക്കൻഡ് ടോപ്പിക് ആണ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. അതിലെ സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഡിപ്പെൻഡ് ഓൺ ദി പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് പോയിന്റ് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഡിപ്പെൻഡ് ഓൺ ദി nature of material. Product of electrolysis depend on the nature of material. Nature of material being electrolyzed. Nature of material being electrolyzed and the type of electrode being used. Type of electrode being used. Full stop. Continuation ആണ്. If the electrode is inert, bracket എഴുതി വെക്കുക, platinum or gold. If the electrode is inert, 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 within bracket la platinum or gold, avare inert എന്നാണ്, ആരായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ആണ്. Inert, it does not participate in the chemical reaction. It does not participate in the chemical reaction. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇക്വേഷൻ എഴുതിയ അത് തന്നെയാണ്. അതിൽ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിന്റെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഒരു ബീക്കറില് രണ്ട് ഇലക്ട്രോഡ്സ് നമ്മൾ വെച്ചേക്കാണ്. പ്യൂർ വാട്ടർ ആണ്, പ്യൂർ വാട്ടർ H2O. ഇത് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ്. നോർമലി വാട്ടറിലാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നതാണ് കാറ്റയോൺ മൂവ് ടു കാഥോഡ്, CC. ഓർത്ത് നോക്കുക എന്താണ് കാറ്റയോൺ മൂവ് ടു കാഥോഡ്, ആനയോൺ മൂവ് ടു ആനോഡ്. അപ്പോൾ cation move to cathode, anion move to anode, CCAA. Cation always positive ആയിരിക്കും, cation always positive. കാഥോഡ് ആനോഡ് അവരൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ H+ ഉണ്ട്, അതുപോലെ എന്ത് വരുന്നുണ്ട്, ഓക്സിജൻ 2- ഉണ്ട് അല്ലേ, ഓർത്ത് വെക്കാം. ഓക്സിജന് 2- ആ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഈ H+ ആണെങ്കിൽ ഏതിലേക്കായിരിക്കും പോകും? നോർമലി ഇത് എഴുതൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നുള്ളൂ. ഈ H+ എന്തിലേക്ക് പോകും അല്ലെ, പ്ലസ് ആണ്, ഇതിലേക്ക് പോകും, ആനോഡിലേക്ക് പോകും. ഇനി ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഇവിടെ വരും, കാഥോഡിലേക്ക് പോകും അല്ലെ, പുറത്ത് നോക്കാം. അപ്പൊ H+ എന്ന് പറയുന്നത് ഇവിടെ വന്നു ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്ത് വരും. അപ്പൊ ഇതെന്താണ് ആക്ച്വലി അല്ലെ, കാറ്റയോൺ മൂവ് ടു കാഥോഡ്. അപ്പൊ ഇത് കാഥോഡാണ്. ദെൻ നെക്സ്റ്റ് ഇതെന്തായിരിക്കും, ഇതിലേക്ക് പോകും, ഇതെന്തായിരിക്കും, ആനോഡ്. ഇതിനു മുമ്പ് ലോൺ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ലോൺ? ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്. അത് എന്തിനു മാത്രമായിരുന്നു? ബാറ്ററി.
ബാറ്ററിയിൽ ആനോഡ് എന്തായിരിക്കും? നെഗറ്റീവ്. ബാറ്ററിയിൽ ആനോഡ് എന്തായിരിക്കും? നെഗറ്റീവ്. ഇലക്ട്രോളിസിസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താവും? മറ്റേ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ. ബാറ്ററിയിൽ എന്താ പറയണേ? ഇലക്ട്രിക്കൽ കെമിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ? ബാറ്ററി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താവും? ആനോഡ് പോസിറ്റീവ്. അപ്പൊ ബാറ്ററിയിൽ ആനോഡ് എന്തായിരുന്നു? നെഗറ്റീവ്. ഓർത്ത് നോക്കേണ്ടത് ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും ഓർത്ത് നോക്കേണ്ടത്? ലോൺ ബാറ്ററി, ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ഓർത്തിരിക്കാനുള്ള ട്രിക്കാണ് അല്ലേ? ബാറ്ററിയുടെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോളിസിസ്. ബാറ്ററിയിൽ എന്താ ഉണ്ടാക്കുന്നത്? കെമിക്കൽ എനർജി ടു കറന്റ്. ഇവിടെ എന്തായിരിക്കും? ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ നിന്ന് കണ്ടോ, ഇത് H+ ഇതിലേക്ക് മൂവ് ചെയ്തു, H+ ഇതിലേക്ക് മൂവ് ചെയ്തു, ഓക്സിജൻ ഇതിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ കാഥോഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ആനോഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ ആണോ? ഇത് നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് പഠിച്ചത് എവിടെയായിരുന്നു? 10th ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് തെർമൽ ഡീകമ്പോസിഷൻ, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ആക്ടിവിറ്റി ഉണ്ട് താൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കണ്ടാവും അല്ലേ? ഇതിനേക്കാളും മുകളിലേക്ക് വേണ്ടേ? അതാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. അത് ഈ സോൾട്ട്, ഈ വാട്ടറിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ടാൽ എന്ത് വരും? സോൾട്ട് ഇട്ടാൽ എന്ത് വരും? NaCl വരും, H2O വരും. ശരിയല്ലേ? NaCl H2. അങ്ങനെ വന്നാൽ Na+ വരും, H+ വരും. ഇവർ രണ്ടുപേരും കൂടി കാഥോഡിൽ ചേരും. ആരെടുക്കും? Na+ എടുക്കോ, H+ എടുക്കോ? Na+ എടുക്കോ, H+ എടുക്കോ? ഇതും 10th പഠിച്ചതാണ്. ക്ലോർ ആൽക്കലി പ്രോസസ്. സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. അതിലെ ലാസ്റ്റ് ടോപ്പിക്. Na+ എടുക്കോ, H+ എടുക്കോ? H+ എടുക്കും. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ നിന്ന് കിട്ടും. ആ ഇക്വേഷനിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, NaCl + H2O gives എന്താ കിട്ടും? NaOH അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷനെയാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് വിളിക്കാം. ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും അവിടെ നിന്ന് ഇവോൾവ് ചെയ്യും. അപ്പോ ഇതില് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും, ഇവിടെ ക്ലോറിൻ ഗ്യാസ് കിട്ടും അല്ലെ? ഇവിടെ ഓക്സിജനെ എടുത്തില്ല, ഇവിടെ ക്ലോറിന് ആണ് പോകുന്നത്. അപ്പോ ഈ Na+ H+ ഇതില് ഹൈഡ്രജൻ ഇവിടെ വരും ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഹൈഡ്രജൻ അല്ലേ? അപ്പൊ അവിടെ ഒരു റൂൾ വരും. ആ റൂള് എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എത്രയായിരിക്കും വാല്യൂ എന്ന് പറഞ്ഞാൽ? SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിൽ ഹൈഡ്രജന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് പറഞ്ഞത്? 0. ലോകത്തിലുള്ള എല്ലാ മെറ്റലും ഡാഷ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. റിയാക്റ്റീവ് മെറ്റൽസുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്ലൂ കൂടി തരാം. ലിഥിയത്തിന്റെ വാല്യൂ എത്രയായിരുന്നു? അത് എഴുതി വെച്ചതല്ലേ? ലിഥിയം എത്രയായിരുന്നു? ലോവസ്റ്റ് ആണോ ഹൈയസ്റ്റ് ആണോ? നിശ്ചിത പറഞ്ഞ റൈറ്റാ, ലോവസ്റ്റ് ആണ്. എത്രയായിരുന്നു വാല്യൂ? -3.05 ആണ് ലിഥിയം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നത്. ലിഥിയത്തിനാണ് എന്റെ ലോവസ്റ്റ് വാല്യൂ. ലിഥിയം മാറി സോഡിയം ആക്കി കഴിഞ്ഞാൽ കഥ മാറും. സോഡിയം നമുക്ക് ഇഷ്ടം പോലെ കിട്ടില്ലേ അല്ലേ? ഇലക്ട്രോളിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ NaCl കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് ഇത് മാറും. പക്ഷെ ആ സോഡിയം എന്താണ് ലോങ് ലാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ടെക്നോളജി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ മാറി കഴിഞ്ഞാൽ ബാറ്ററിയുടെ വില മാറി, എല്ലാം മാറി, എന്ത് ചെയ്യും? ടെക്നോളജി മാറി. അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ഇന്നോവേഷൻ വരും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ലിഥിയം എന്താണ്? -3.05 ആണെങ്കിൽ ആ S ബ്ലോക്ക് മുഴുവനും എന്ത് തന്നെയാ? മൈനസ് വാല്യൂ. മനസ്സിലായി? ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഹൈഡ്രജൻ ആയിരിക്കും സോഡിയത്തിനായിരിക്കും കൂടുതൽ വാല്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഹൈഡ്രജൻ എത്രയായിരിക്കും? 0 ആണ്. ലോകത്തിലുള്ള മെറ്റലുകളിൽ എല്ലാത്തിനും തന്നെ എന്തായിരിക്കും? നെഗറ്റീവ്. എക്സെപ്റ്റ് 3 ഏതായിരുന്നു? ഗോൾഡ്, സിൽവർ, ഒരെണ്ണം കൂടിയുണ്ട്, പ്ലാറ്റിനം ഒക്കെ വരും. പക്ഷെ അതെല്ലാം വേറെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ. ഈ 3 ആൾക്കാരാണ് പോസിറ്റീവ്. അത് കാണാൻ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഇതിന്റെ നല്ല ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. ഇത് നെഗറ്റീവ്, ഇത് എന്തായിരിക്കും? 0. ഇതിൽ ഹയർ പൊട്ടൻഷ്യൽ ആണ് ഇവിടെ വരിക. മനസ്സിലായി? അപ്പോ കാഥോഡിൽ ഏത് വരും? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരും. ആനോഡിൽ ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരും. ഇതാണ് നമ്മൾ എഴുതുന്നത് ജനറലി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഒന്ന് എഴുതി വെച്ചോ. ഇത് വരക്കണ്ട കേട്ടോ. ആദ്യം ഒന്ന് എഴുതി പോവാം. ഇതിന് താഴെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം. At the cathode
at the cathode, comma, reaction with higher value of electrode potential, reaction with higher value of electrode potential reaction with higher value of electrode potential is preferred. Is preferred. Is preferred. അടുത്ത ലൈനിൽ ആനോഡിന്റെ കാര്യം എഴുതണം. At the anode, at the anode, reaction with lower value of electrode potential at the anode, comma, ഇങ്ങനെയായിരിക്കും reaction with the lower value of the reaction with the lower value of electrode potential is preferred. Lower value of electrode potential is preferred. ഇതിന്റെ ഇക്വേഷൻസ് കേട്ടോ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിന് ഇക്വേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും എന്നുള്ള ആണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. NaCl പ്ലസ് H2O വാട്ടർ ആണ്. ഇലക്ട്രോലിസിസ്, ഇതിന് മുകളിൽ ഇലക്ട്രോലിസിസ് എഴുതി വെക്കണം ഫുള്ളായിട്ട്. എന്തൊക്കെ വരും എന്നാണ് നോക്കുന്നത്. എന്തൊക്കെ വരും? Na പ്ലസ് ഉണ്ടാവും അല്ലേ, പുറത്തുണ്ടാവും. Na പ്ലസ് അയോൺ ഉണ്ടാവും, അതുപോലെ OH മൈനസ് അയോൺ ഉണ്ടാവും, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, ക്ലോറിൻ ഗ്യാസ്. ഈ H2 ഗ്യാസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ലിബറേറ്റ് ചെയ്യുക? അതാണ് ആദ്യം ഓർത്തത്. H2 ഗ്യാസ് എന്ന് പറയുമ്പോൾ H2 ഗ്യാസ് ഇവിടെ നിന്ന് കാഥോഡ് കേട്ടോ. അപ്പൊ ഇവിടെ കാഥോഡ് കേട്ടോ, കാഥോഡ്. ഇവിടെ എന്തായിരിക്കും? എക്സാമ്പിൾ കേട്ടോ. ഇനി ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? കാഥോഡിൽ എങ്ങനെയായിരിക്കും പറഞ്ഞേ? ഹയർ പൊട്ടൻഷ്യൽ ആണ്. ആനോഡിൽ എന്തായിരിക്കും? ലോവർ പൊട്ടൻഷ്യൽ. പക്ഷെ ചില സമയത്ത് ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രണ്ട് റിയാക്ഷൻസ് ഒക്കെ അതിനുള്ളിൽ വരും, എന്നിട്ട് അത് ഓവർ പൊട്ടൻഷ്യൽ ആവും. അപ്പൊ ഈ ഇലക്ട്രോഡൊക്കെ മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ആണ്, ആ ഇലക്ട്രോഡ് തന്നെ മാറിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്രോഡക്റ്റ് വരും. അപ്പോൾ ഈ ഒരു സെക്ടറിൽ എക്സ്പെരിമെന്റൽ ആണത്. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വേണ്ടി നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ വേറെ ഗൈഡ് ഒക്കെ എടുത്ത കണ്ടമാനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ. ആ 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാം. അതിൽ നിന്ന് അല്ലാതെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ ഇത് വെച്ച് റിലേറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഒന്ന് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി വന്നാൽ എന്ത് വരും? H2 and O2 അല്ലെ. ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് എന്ത് വരും? ഈക്വേഷൻ അറിഞ്ഞു നോക്കണം. അതുപോലെ 5 ക്വസ്റ്റ്യൻസ് വേറെ കൂടി ഉണ്ട്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഫാരഡേസിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാം തീരാണ്. അപ്പൊ ഒന്നുകൂടി പറയാം കണ്ടന്റ് എടുത്തത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞു. ആദ്യം എന്തായിരുന്നു? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് ലോ. അതിലെന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു ദി amount of electricity. സെക്കൻഡ് എന്തായിരുന്നു? The amount of different compounds liberated the amount of different substance liberated by the same quantity of electricity. എങ്ങനെയായിരുന്നു? Proportional to their chemical equality. കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ എക്സാം ആയതുകൊണ്ട് നമുക്ക് റിവിഷനിലേക്ക് പോകും. ഇനി നമുക്ക് ഒരു ബാറ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ബാറ്ററി കേട്ടോ. ഹെഡിങ് ഒന്ന് എഴുതി വെച്ചു. ബാറ്ററി എന്തോ കണ്ടന്റ് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ എടുത്തില്ല. ബാറ്ററി എന്നാ പേര് എഴുതി വെച്ചിട്ട് എന്തായാലും എക്സാം അല്ലേ, അപ്പൊ അതുകൊണ്ട്
അതിലേക്ക് ഒന്ന് കൊണ്ടുപോകാം കേട്ടോ. നോക്കുക ബാറ്ററി അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി ബാറ്ററി ഫസ്റ്റ്, പ്രൈമറി ബാറ്ററി ബാറ്ററി അണ്ടർലൈൻ ചെയ്യാം. ഇതില് പ്രൈമറി ബാറ്ററിയുടെ എക്സാമ്പിൾസുകൾ എഴുതിയാൽ മതി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികളെല്ലാം എന്തായിരിക്കും പ്രൈമറി ബാറ്ററിയാണ് ആക്ച്വലി വരുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് നമ്മുടെ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്തായിരുന്നു? അത് റിമോട്ടിൽ ഉപയോഗിക്കുന്ന, ഞാൻ പറഞ്ഞാണ് ഇതിനു മുമ്പ് ക്ലാസ്സുകളിൽ, റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അതിന്റെ പേരെന്താ? ട്രൈസെൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ പ്രൈമറി ബാറ്ററിയുടെ താഴെ ഫസ്റ്റ് 1 എന്ന് എഴുതിയിട്ട് ട്രൈസെൽ. വേറൊരു പേരുണ്ട് ലെക്ലാഞ്ചർ സെൽ എന്ന് അല്ലേ, അതിനൊരു അനദർ നെയിം ഒക്കെ ഉണ്ട്. അതെന്തായാലും ഹെഡിങ് എഴുതുമ്പോൾ എഴുതിയാൽ മതി. ഇപ്പൊ ട്രൈസെൽ എന്ന് എഴുതിയാൽ DRY ട്രൈസെൽ കേട്ടോ. നമ്മുടെ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററിനെ ട്രൈസെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്താ? വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി നമ്മൾ കോമൺ ആയിട്ടൊക്കെ ചോദിച്ചാൽ ഒരു ബട്ടൺ സെൽ എന്നൊക്കെ പറയും അല്ലെ, ഓർത്ത് നോക്കുക. അതല്ല, പറഞ്ഞു ശരി, ആരോ പറഞ്ഞു മെർക്കുറി സെൽ കേട്ടോ, ഓർത്ത് നോക്കാം. മെർക്കുറി സെൽ സെക്കൻഡ്, മെർക്കുറി സെൽ. ഈ രണ്ടെണ്ണമാണ് പ്രൈമറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ എന്താണ്, ഈ ബാറ്ററിയുടെ ഉള്ളിൽ എന്ത് റിയാക്ഷൻ നടക്കുന്നത്, ഇതിൽ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബാറ്ററി നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ, പണ്ടൊക്കെ നമ്മൾ ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബാറ്ററി ഉണ്ടായിരുന്നു അതിന്റെ. അതൊക്കെ പേപ്പർ കവറിങ് ആയിരിക്കും, കുറച്ച് കളയുമ്പോൾ അത് കളഞ്ഞു കഴിയുമ്പോൾ ആ പേപ്പറൊക്കെ ഇങ്ങനെ പോയിട്ട് പുറത്തൊരു ഇതായിട്ട് വരും അല്ലെ. ആ ബാറ്ററിയുടെ മിഡിൽ ഒരു കാർബൺ റോഡ് ഉണ്ടാവും. അത് മിക്കപ്പോഴും കാണാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതെല്ലാം പോയിട്ട് ഒരു കാർബണിന്റെ റോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിടിച്ചേക്കുന്ന ബാറ്ററിനെ ഇങ്ങനെ പിടിക്കുക അല്ലെ. ഇത് ബാറ്ററി ആണെങ്കിൽ ബാറ്ററിനെ ഇങ്ങനെ പിടിച്ചു. ഈ പിടിച്ചേക്കുന്ന ആരെയാണെന്ന് അറിയോ? ആരെയാണ്? ഇവിടെ ഓർത്ത് നോക്കാം, ഈ പിടിക്കുന്നത് ആനോഡാണ് ആക്ച്വലി വരുന്നത്. എന്തായിരിക്കും? ആനോഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അത് എന്തായാലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താ? ആനോഡ്. ഇനി മിഡിൽ ഒരെണ്ണം ഉണ്ടാവും, അതെന്തായിരിക്കും? കാർബൺ റോഡ്. അതാണ് കാഥോഡ് ആയിട്ട് വരുന്നത്. കാർബൺ റോഡ് പൗഡേർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്, അതാണ് ബാറ്ററിയിൽ വരുന്ന ആനോഡ് കാഥോഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ്, അത് പൊട്ടിച്ചു കഴിഞ്ഞ ഒരു ലിക്വിഡ് വരുന്നത് കാണാം അല്ലെ. ആ ലിക്വിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്. ഈ മൂന്നെണ്ണം കൂടുമ്പോഴാണ് ബാറ്ററി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും പഠിക്കാനുണ്ട്. ഈ വാച്ചിലുള്ള ബാറ്ററി വരുന്നത് സിങ്ക് അമാൽഗം എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഒന്ന് ഓർത്ത് നോക്കാം. പേര് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി സെക്കൻഡറി ബാറ്ററി എന്തായിരിക്കും? സെക്കൻഡറി ബാറ്ററി റീചാർജബിൾ ബാറ്ററി. സെക്കൻഡറി ബാറ്ററി പേര് മാത്രം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. സെക്കൻഡറി ബാറ്ററി അണ്ടർലൈൻ ചെയ്യും. സെക്കൻഡറി ബാറ്ററിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെ. ഇവിടെയും ഇൻവെർട്ടർ ഉണ്ട്, അല്ലെങ്കിൽ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇൻവെർട്ടർ. അല്ലെങ്കിൽ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ത് ബാറ്ററിയാണത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നതാണ് വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ആയിട്ട് വരുന്നത് അല്ലെ. ഓർത്ത് നോക്കാം, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ആ പേര് എഴുതി കേട്ടോ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. സെക്കൻഡറി ബാറ്ററിയിൽ ആദ്യത്തേതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇൻവെർട്ടർ അതുപോലെ അല്ലെ വെഹിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് കേട്ടോ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഇവിടെ ലെഡ് ഒക്കെ തന്നെയാണ് ആനോഡ് കാഥോഡൊക്കെ വരുന്ന ലെഡ് ഓക്സൈഡ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ് വരുന്നത്. നമ്മുടെ ഈ ആസിഡ് ആക്രമണമൊക്കെ ഉണ്ടാകുന്നതിന്റെ മെയിൻ ഒരു കാരണം ഈ ബാറ്ററി വരുന്ന സമയത്ത് അത് സാധാരണ വർക്ക്ഷോപ്പുകളിൽ വരെ കിട്ടും. അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് എടുക്കാൻ പറ്റാവുന്നതുകൊണ്ടാണ് മെയിൻ. അല്ലാതെ നിങ്ങൾക്ക് ഒരു കടയിൽ പോയിട്ട് ഒരു കെമിക്കൽ ഏജന്റ് പോയി സൾഫ്യൂരിക് ആസിഡ് വാങ്ങിക്കാൻ പറ്റില്ല നോർമലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണ് അത് അവൈലബിൾ ആകും. അപ്പോൾ ഓർത്ത് നോക്കാം ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇനി അത് കഴിഞ്ഞിട്ട് ആ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററിയുടെ ഒന്നും കൂടി അഡ്വാൻറ്റേജ് എഫിഷ്യൻസി കൂട്ടുന്ന ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. അപ്പൊ രണ്ടാമത് നിക്കൽ കാഡ്മിയം ബാറ്ററി. അപ്പോൾ എവിടെയൊക്കെ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നോ അവിടെയൊക്കെ അല്ലെ, അല്ലെങ്കിൽ വണ്ടികളിലാണ് ഇത് ഈ നിക്കൽ കാഡ്മിയം കൂടുതൽ ഈ പ്രീമിയം വണ്ടികളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് പറഞ്ഞിരുന്നു, ബെൻസ് പോലുള്ള വണ്ടികൾ മറ്റുള്ള എന്തായാലും അവരെക്കാളും കുറച്ചും കൂടി അല്ലെ നല്ലതാണെന്ന് ആക്കാൻ വേണ്ടി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. പർപ്പസ് ഒക്കെ സെയിം തന്നെയാണ്, കുറച്ചും കൂടി എന്താണ് ലൈഫ് ഉണ്ടാവും ഇതിന് കേട്ടോ. പക്ഷെ പ്രശ്നം ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാനൊന്നും പറ്റില്ല, അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. നോക്കാം. അപ്പോൾ നിക്കൽ കാഡ്മിയം ബാറ്ററി ഇതാണ്. അപ്പോൾ ടോട്ടൽ എത്രയും 4 ആയി. ഇനി വരുന്ന ഒരു ഫ്യൂവൽ സെല്ല് എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്. ഫ്യൂവൽ സെൽ കേട്ടോ, അതും കൂടി എഴുതി. സെക്കൻഡറിയിലല്ല, സ്പെഷ്യൽ ആയിട്ട് എഴുതി വെക്കാം. ഫ്യൂവൽ സെൽ സെക്കൻഡറിയുടെ ഇതിൽ തന്നെയാണ് വരുന്നത് ഫ്യൂവൽ സെൽ. അപ്പോൾ ടോട്ടൽ 5 ബാറ്ററിനെ കുറിച്ചാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പേരുകൾ പഠിച്ചു നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. പ്രൈമറിയിൽ 2, സെക്കൻഡറിയിൽ 2,
ഫ്യൂൽ സെൽ കേട്ടോ. ഓർത്ത് നോക്കാം, വേഗം പഠിച്ചു. ഞാൻ ചോദിക്കുന്നു 5 ആ പഠിച്ചു. വെരി ഗുഡ്. പറഞ്ഞു കേട്ടോ, എല്ലാവരോടും ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് സമാധാനം. ഞാൻ പറഞ്ഞു പ്രൈമറി, സെക്കൻഡറി, mercury cell, lead storage battery, nickel cadmium battery, പിന്നെ fuel cell. Dry cell, mercury cell, primary, secondary, lead storage, nickel cadmium, പിന്നെ fuel cell. Mercury cell, dry cell, lead storage battery, nickel cadmium, fuel cell. back. Nickel cadmium. Dry cell, mercury cell, nickel cadmium battery, lead storage battery, fuel cell. Dry cell, mercury cell, lead storage battery, nickel cadmium cell, fuel cell. ഓൺലൈനിൽ എനിക്ക് അങ്ങനെ പോരുന്നത് ക്വസ്റ്റൻ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കേട്ടോ. നമ്മൾ കണ്ടന്റ് എടുക്കാനാണ് പോകുന്നത് കേട്ടോ. നോക്കാം, റിവിഷനാണ്, പോകരുത്. ഓക്കെ, ആ Dry cell, mercury cell, lead storage battery, nickel cadmium battery, fuel cell. Dry cell, mercury cell, nickel cadmium battery, lead storage battery, fuel cell. back. Dry cell, mercury cell, lead storage battery, nickel cadmium battery, and fuel cell. ആദ്യം ഡ്രൈ സെൽ. ഡ്രൈ സെൽ, lead storage battery, nickel cadmium ഫ്യൂൽ സെൽ. primary, dry cell, mercury cell, secondary, nickel cadmium battery, lead storage battery, fuel cell. ഫ്യൂൽ സെൽ. Then അവിടെ Dry cell, mercury cell, lead storage battery, nickel cadmium battery. കേട്ടോ. അപ്പോൾ ഏകദേശം കിട്ടിയല്ലോ. അടുത്ത ക്ലാസ്സിൽ അതും കൂടി കുറച്ചുള്ളൂ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. പക്ഷേ ഇന്ന് നമുക്ക് റിവിഷൻ അങ്ങ് തുടങ്ങാം. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരി ആൻഡ് ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ഇത് കേട്ടോ. ഓർത്ത് നോക്കാം, ഈ രണ്ട് ചാപ്റ്റർ ടുഗദർ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ആക്ച്വലി വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടന്റ് ഒക്കെ എടുത്ത് തീർത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിൽ 3 ഞാൻ പറഞ്ഞു, ഇതിൽ 6 ടൈപ്പ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഓർഗാനിക്കിൽ ചോദിക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ 6 ടൈപ്പിൽ നിങ്ങൾ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അതിൽ ആദ്യം വരുന്നത് ഇതിൽ കറക്റ്റ് ഓർഡറിൽ ഇക്വേഷൻസുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കൈൻ, അതിലെന്തുണ്ട്? പ്രിപ്പറേഷൻ, പിന്നെ എന്തുണ്ട്? ഫിസിക്കൽ പ്രോപ്പർട്ടി, അത് ഗീവ്രീസിന്റെ ഏരിയ. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റാം. പ്രിപ്പറേഷൻസ് എല്ലാം എനിക്കറിയോ, അത് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്താ? കെമിക്കൽ പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി കുറേ ഉണ്ട് അല്ലേ, പല പല ഹെഡിങ്സ് ഉണ്ട്. ഈ 2 അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, ഏറ്റവും ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി ടഫ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആദ്യം ഗീവ് റീസൺ, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ഗീവ് റീസണുകളെല്ലാം പഠിച്ചു നോക്കാം. ഇപ്പോൾ ഗീവ് റീസൺ ക്വസ്റ്റൻസുകൾ ഓക്കെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ഗീവ് റീസൺസും ഓക്കെയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഓക്കെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ളത്, ഈ ഇക്വേഷൻ ആണ്. ഞാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇന്ന് വേണ്ട എടുക്കാൻ പോകുന്നത്. അതിൽ ഈ 2 ചാപ്റ്റർ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതും. അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കും. ദെൻ അത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൺഡേ എത്തുന്ന സമയത്ത് കൺവേർഷന്റെ ഒരെണ്ണം തുടങ്ങി വെച്ചില്ലേ, ഒരു ചാർട്ടൊക്കെ ഇങ്ങനെ പതുക്കെ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി, അതൊന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകും. ഇവിടെ ഓർത്ത് നോക്കാം. ഇപ്പൊ ഈ റീസണും അതും കൂടി ഒന്ന് മാച്ച് ചെയ്യാം. ഇന്ന് ഈ ചാപ്റ്ററിൽ വരുന്ന അല്ലെ, ഇന്ന് 3 പേരോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അവര് 3 പേര് ആരൊക്കെയാണെന്ന് അറിയാമോ? അല്ലെ, ഓർത്ത് നോക്കാം. 3 പേരോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അവരാണ് ആദ്യം ഇക്വേഷൻസ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ അധികം ഇക്വേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 20-25 ഇക്വേഷൻസേ ഉള്ളൂ കേട്ടോ. നോക്കാം. സെക്കൻഡ് ചാപ്റ്ററും കൂടി എടുക്കുമ്പോൾ അല്ലേ വളരെ കുറച്ചുണ്ടാവുള്ളൂ, മാക്സിമം ഒരു 50 ഇക്വേഷൻസ്. ഈ 50 ഇക്വേഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇക്വേഷൻ പഠിക്കാൻ എന്തൊരു സമയം വേണം അല്ലേ. നോക്കാം, നിങ്ങളൊന്നും നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു 1/2 മണിക്കൂർ ആ ഇക്വേഷൻസ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഒറ്റയടിക്ക് കിട്ടും, ഒറ്റ ത്രോട്ടിൽ കിട്ടണം. അതാണ് അതിന്റെ ചലഞ്ച്. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒരുമിച്ച് അല്ലേ, ഓർത്തൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്,
ഡിവൈഡ് ആൻഡ് ഫോക്കസ്ഡ്. കേട്ടോ നോക്കാം, ഡിവൈഡ് ആൻഡ് ഫോക്കസ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പഠിക്കാവും. അല്ലാതെ ഒരുമിച്ച് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു 10 ഒക്കെ എടുത്ത് തുടങ്ങാമെന്ന്, എന്നിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു അങ്ങനെ പതുക്കനെ ഒരു 10 or 15 നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഇതിൽ കംഫർട്ട് സോണിൽ. അപ്പോൾ ഇന്ന് മുതൽ ഡേറ്റ് എത്രയുണ്ട് നോക്കാം. ആ ഡേറ്റ് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കനെ ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാം. കേട്ടോ ഓർക്കുക, അപ്പോൾ 2 പാരലായിരിക്കണം. നമ്മുടെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര പേര് ടിക്ക് ചെയ്ത് തുടങ്ങി? ചെയ്ത് തുടങ്ങുന്നില്ലേ? നീ കാണണം കേട്ടോ ഓർക്കുക. ഈ ബുക്കിൽ ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഓർഡർ ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ 10 ഇയറിന്റെ ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങണം കേട്ടോ ഓർക്കുക. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ ക്വസ്റ്റൻസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുതലുള്ള എല്ലാ ക്ലാസ്സുകളിലും ഇത് കൊണ്ടുവരണം കേട്ടോ ഓർക്കുക. എന്തുകൊണ്ടാണ്? റിവിഷനാണ്. റിവിഷൻ ചെയ്യുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് നിങ്ങൾ വരുന്നു, ഈ ക്വസ്റ്റൻ വന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്താൽ മതി. 2 മെത്തേഡുള്ളൂ. ഒന്ന്, ഒരു പണ്ടൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബുക്ക് തരുന്നു, അത് കഴിഞ്ഞിട്ട് സാറുമാർ തല്ലും ഇടിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്. പക്ഷെ അതിനേക്കാളേറെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം ആ രീതിയിലാണ്. അപ്പോൾ ഇത് കൊണ്ടുവരണം കേട്ടോ ഓർത്തോ. ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഇതെല്ലാവരും കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് ഇൻഡിവിജ്വലി ടിക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓർത്തോ. മറക്കരുത്. ഓക്കെ, ഇത് ആദ്യമേ പറഞ്ഞേക്കാം. പുതിയ ആൾക്കാർക്ക് നമുക്ക് തരും കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഓർഡറിൽ എഴുതുക, പഠിക്കുക എന്നുള്ളതാണ് ആക്ച്വലി വരിക. അപ്പോ ഫസ്റ്റ് 10 എല്ലാവരും പഠിച്ച് കാണാതെ ഇൻഡിവിജ്വലി എഴുതിയിട്ട് ഞാൻ വിട്ടുകൊടുക്കും. കുഴപ്പമില്ലോ? ആണോ? എല്ലാവരും ബാക്കിൽ എല്ലാവരും കയ്യൊക്കെ വരും കേട്ടോ. ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എഴുതുള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം കേട്ടോ ഓർക്കുക. ടോപ്പിക് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ. അതിൽ ഫ്രം ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് അല്ലെ. ഫ്രം ആൽക്കഹോളില് ഫസ്റ്റ് നമ്മൾ എഴുതിയ ഇക്വേഷൻ ROH പ്ലസ് എന്തൊക്കെയായിരുന്നു? SOCl2. SOCl2 എന്നാൽ എന്ത് വരും? RCl പ്ലസ് SO2 പ്ലസ് HCl. ഇത് ഈ റീസൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഗ്യാസ് ആണ്, ഇതും ഗ്യാസ്, ബൈ പ്രൊഡക്റ്റ്. ഈ SOCl2ന്റെ പേര് എന്തായിരുന്നു? തയണിയൽ ക്ലോറൈഡ് അല്ലെ. SOCl2 എന്ന് പറയുന്നത് തയണിയൽ ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഇക്വേഷൻ ലൂക്കാസ് സ്റ്റേജന്റ് വെക്കാം കേട്ടോ ഓർത്തോക. ROH തന്നെ ROH കുറെ ഇക്വേഷൻ ഉണ്ട്. അതിൽ തന്നെ ലൂക്കാസ് സ്റ്റേജന്റ് HCl ZnCl2 ഓർത്തോക. ZnCl2 ഇത് രണ്ടിനെയും ഒരുമിച്ചാണ്. HCl ന് പകരം ZnCl2 ന് പകരം ഹീറ്റ് കൊടുക്കാറുണ്ട്. അത് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ വന്നാലും ഈ OH റീപ്ലേസ് ചെയ്ത് എന്ത് വരും? Cl. ഇവിടെയൊക്കെ ഒബ്സർവേഷൻ ആണ് വേണ്ടത്. OH റീപ്ലേസ് ചെയ്ത് എന്ത് വരും? Cl. RCl. നെക്സ്റ്റ് തേർഡ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഫ്രം ആൽക്കഹോൾ എന്ന് പറയുന്ന ടോപ്പിക്കില് 6 ഇക്വേഷൻ ഉണ്ട്. അതിന് 2 നമ്മൾ പിക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ഹെഡിങ് ഫ്രം ഹൈഡ്രോ കാർബൺ. അവിടെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. അപ്പോൾ എക്സാമ്പിൾ പോലെ എഴുതുന്ന CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിലേക്ക് Cl2 ആൻഡ് UV ലൈൻ. Cl2 ന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, UV ലൈൻ. അങ്ങനെ വന്നാൽ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH2Cl. CH2Cl അങ്ങനെ വരും അല്ലേ? പുറത്ത് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ, പേനൊന്ന് മാറ്റി.
Very much serious. ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് വരുന്നത് CH2Cl ആണ് യൂറിലേറ്റ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എച്ച് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു സിംഗിൾ ബോണ്ടിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്തിനാ വർക്ക് ചെയ്യുന്നത്? സിംഗിൾ ബോണ്ട്. ഒരു ബെൻസീൻ റിംഗ് തന്നിട്ട് Cl2 ആൻഡ് യൂറിലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോ റിയാക്ഷൻ. ഡബിൾ ബോണ്ട് ഉണ്ടോ? ഒരു സിംഗിൾ ബോണ്ടിലേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഓർത്ത് വെക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഇക്വേഷൻ അതിൽ വരുന്ന മാർക്കോണിക് ഓഫ് റൂൾ ബേസ് ചെയ്തിട്ടാണ് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് HBr ന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാം? HCl HBr പിന്നെ എന്തൊക്കെ വരാം? HCl അല്ലേ? അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോ ഇത് കൊടുക്കുമ്പോൾ ഇതിൽ Br മിഡിലേക്ക് വരും. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ളത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആറ്റം അറ്റാച്ച്ഡ് ടു എ കാർബൺ ആറ്റം which possess lesser number of hydrogen atom. ഇതാണ് റൂൾ പറയുന്നത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കാം. ഇതിൽ H ഇതിലേക്ക് വരും, Br മിഡിലേക്ക് വരും. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 ഇവിടെ Br ഇവിടെ Br ഓർത്ത് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH3 Br. ഈ സെയിം ഇതിൽ തന്നെ HBr ആൻഡ് പെറോക്സൈഡ് കൊടുത്താൽ എന്ത് വരും? നേരെ ഓപ്പോസിറ്റ് വരും. CH3 CH2 Br ഓപ്പോസിറ്റ് കണ്ടോ? ഇതാണ് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. ഇത് മാർക്കോണിക് ഓഫ് റൂൾ, ഇതെന്തായിരിക്കും? ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. ഫോർത്ത് ഇക്വേഷൻ കഴിഞ്ഞു. ഓർഡർ എഴുതണം കേട്ടോ. ഒരു പുതിയ പേജ് എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക, ക്ലിയർ ആയിട്ട്. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്കോണി ആന്റി മാർക്കോണി ഒരുമിച്ച് കിട്ടണം. മാർക്കോണിക് ഓഫ് റൂൾ ആൻഡ് ആന്റി മാർക്കോണിക്. ഫോർത്ത് ഇക്വേഷൻ. ദെൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു CCl4 ആൻഡ് Br2 ഇക്വേഷൻ ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി ചോദിക്കുന്ന ലെസ് ചാൻസ് ആണ് ആക്ച്വലി. അപ്പോൾ അത് രണ്ടാമത്തെ ലെവലിൽ പഠിച്ചാൽ മതി. ആദ്യം പഠിക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ഇക്വേഷൻസിൽ പഠിക്കുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാം. അപ്പോൾ ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് ഫിംഗിൾസ്റ്റീൻ ആണ്. CH3Cl അല്ലെങ്കിൽ RX ആണ് പ്ലസ് NaI. ഇത് ഫിംഗിൾസ്റ്റീൻ ഇക്വേഷൻ ആണ് അല്ലേ? ഓർത്ത് നോക്കാം. അസറ്റോൺ ഇവിടെ കൊടുക്കണം. അസറ്റോൺ എന്തോരം? CH3I പ്ലസ് NaCl. ഇതിനെ വിളിക്കുന്ന ഹാലജൻ എക്സ്ചേഞ്ച് ആണ്. ഇത് കണ്ടോ? ഐയും സിയിലും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന ഹാലജൻ എക്സ്ചേഞ്ച്. ഇനി റിയാക്ഷന്റെ പേരെന്തായിരുന്നു? ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ. ഇന്റർ എക്സ്ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ. നോക്കാം. ഹാലജൻ എക്സ്ചേഞ്ച് ഡ്രൈ അസെറ്റോൺ. അസെറ്റോൺ ഓർ ഡ്രൈ അസെറ്റോൺ. അടുത്തത് സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ്. SWARTS സ്വാർട്സ് റിയാക്ഷൻ. ഇത് സിക്സ്ത് വൺ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയും എക്സ്ചേഞ്ച് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? CH3 F
പ്ലസ് AgC. CH3F plus AgCl. CH3F plus AgCl. CH3F plus AgCl. ഇത്ര പേര് എടുത്ത് എഴുതിയോ? ഇത് മാർച്ചിന്റെ മോഡൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതേ കംപ്ലീറ്റ് 10 എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 10 വരെ നമ്മുടെ ഗെയിം ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു 10 ഇക്വേഷൻ എഴുതും. ആ 10 ഇക്വേഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ വന്നിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ, ഒന്ന് പാസ്റ്റ് ഇയറിലെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ നോക്കണം. അപ്പൊ നിങ്ങൾ ഒരു സാധനം പഠിച്ചിട്ട് അതിനെ മാക്സിമം എക്സ്പാൻഷൻ നോക്കുക. ഞാനിത് ഇത്രയും പഠിച്ചിട്ടുണ്ട്, അത് പഠിച്ചാൽ ഏതൊക്കെ ടൈപ്പ് വരും, അത് തീർത്തിട്ട് അടുത്തേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, കുറേ പഠിക്കും, കുറേ നോക്കും. ഏതാ എനിക്കറിയാം, ഏതാ ഇല്ലാത്തത്, അതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റാതെയാവും. അങ്ങനെ വന്ന പ്രശ്നമാണ്. അത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യം ഓർഗനൈസ് ചെയ്ത് കൃത്യം ചാർട്ട് ഉണ്ടാക്കി ആവശ്യത്തിന് പഠിക്കാം. ഒരു കടയിൽ പോയിട്ട് ഇയാളോട് പറയാൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു, ഇയാൾ എന്ത് ചെയ്തു, ബാഗിലേക്ക് എല്ലാവരും വാങ്ങിച്ചു കൊടുക്കും, വീട്ടിൽ വെച്ചു കരുതാം, എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ് അതിൽ നിന്ന് ഒരു ചെറിയൊരു പെൻസിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. കാരണം എന്താണ്, ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ മാലിച്ച് മറിച്ച് ചിലപ്പോൾ കിട്ടും, ലോട്ടറി അടിക്കുന്ന പോലെയാണ്. അതുപോലെയാണ് പല ആൾക്കാരും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എക്സാം ആയി എന്നാൽ പിന്നെ ഇത് പഠിക്കുക, ഇവിടെ നിന്ന് പഠിക്കുക, ആദ്യത്തെ പഠിക്കുക. അപ്പോൾ മറ്റോ പറയണത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സോ വേഗം തന്നെ അത് പഠിച്ചു. അപ്പോഴാണ് ട്യൂഷൻ സാർ ഞാൻ വന്നിട്ട് പറഞ്ഞത് വേറെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടൊന്നും വരുന്നില്ല സമയത്ത്. അപ്പൊ തന്നെ സാറ് പറഞ്ഞു ശരിയാവില്ല. ഇതേ നിങ്ങൾക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ അത് കൺഫ്യൂഷൻ കൂടും, അപ്പോൾ ടെൻഷൻ ആവും. അത് വരരുത്, ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഒരു എക്സാം വരുന്ന സമയത്ത് എക്സാം എന്തിനു വേണ്ടിയിട്ട് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ജഡ്ജ് ചെയ്യാൻ എനിക്ക് ഇത്ര ഇക്വേഷൻസ് ഓർഡറിൽ അറിയാം, ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കാണുമ്പോൾ തന്നെ ഇവൻ എനിക്ക് അറിയില്ലാത്തവനാണ്, ഇവനെ ഞാൻ അടുത്തതിന് ശരിയാക്കും, എനിക്കറിയാവുന്നത് ഇത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ആവും. അങ്ങനെ എത്തുന്ന സമയത്ത് 2 or 3 ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും കിട്ടുന്ന ലെവലിലെത്തും കേട്ടോ. അതുകൊണ്ട് ഓർഡറിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടന്റ് എടുത്തപ്പോൾ ഇങ്ങനെയൊന്നുമല്ലേ ചെയ്തത് അല്ലേ? കണ്ടന്റ് എടുത്തപ്പോൾ കഥയൊക്കെ പറഞ്ഞ് എഴുതി പോയി. ഇങ്ങനെയല്ല, ഇനി ഈ ചാപ്റ്ററിൽ എല്ലാ ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതിപ്പിക്കും, അത് കറക്റ്റ് ആയിട്ട് പറയാം, അതിന്റെ ക്വസ്റ്റ്യൻസ് കാണിപ്പിക്കുക. അതാണ് ആക്ച്വലി ചെയ്യുന്നത് കേട്ടോ. നോക്കാം. നെക്സ്റ്റ് 7th one, ഇത് മുകളിൽ എഴുതാണ് കേട്ടോ. ഒരു പുതിയ പെൻ വാങ്ങിച്ചതാണ്, ഒരു ബോക്സ് വാങ്ങിച്ചതാണ്, അത് തെളിയുന്നില്ല. ഞാനത് വാങ്ങിച്ചിട്ടൊരു ആഴ്ച കൂടുതലായി, തുറന്നു നോക്കിയില്ല, ബോക്സ് ആയിട്ട് വാങ്ങിക്കാൻ. 7 അപ്പൊ ഇവിടെ വരെ അത് കൊണ്ടുവന്നു. 7th എത്തുന്ന സമയത്ത് സാൻമേസ് റിയാക്ഷൻ ആണ്. ഓർമ്മയുണ്ടോ സാൻമേസ്? അനലിൻ ടു ക്ലോറോബെൻസീൻ ആണ് അല്ലെ. അനിൽ എന്തായിരുന്നു വരുന്നത്? NH2. ഓക്കെ, അതിലേക്ക് എന്ത് ഇടും നമ്മള്? NaNO2 and HCl. NaNO2 and HCl. അപ്പൊ എന്ത് വരും? N2 plus and Cl minus. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, ഇതിലേക്ക് കുപ്രസ് ക്ലോറൈഡ് Cu2Cl. ഇങ്ങനെ ഇടുമ്പോൾ എന്ത് വരും? ക്ലോറോ ബെൻസീൻ. ഇവിടുന്ന് ഇവിടം വരെയാണ് ശരിക്കും സാൻമേസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് വരുന്നതിന് ഡയസോട്ടൈസേഷൻ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരുമിച്ച് ഇടുന്ന തന്നെയാണ് നല്ലത്. കാരണം ഇതിന് ക്വസ്റ്റ്യൻ കൊടുത്ത് ചോദിക്കുമ്പോൾ അനലിൻ കൺവേർട്ട് ടു ക്ലോറോബെൻസീൻ അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അനലിൻ, ഇത് ക്ലോറോബെൻസീൻ, ഇതിന്റെ പേര് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. 8th one. ആയിട്ട് വരുന്നത് ഇത് സാൻമേസ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, അതൊരു ഈ ഇക്വേഷൻ കൂടി എഴുതി വെച്ചോ. ബെൻസീൻ റിംഗ്, ഒരു ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരു ടോളിവിൻ എന്നൊക്കെയാണ് കൊടുത്തിരുന്നത്. Fe(N) എന്ത് വരും? Cl ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്ലോറോബെൻസീൻ. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു K ഇട്ട അയഡിൻ വരും.
ഒരു യൂറിസം ക്വസ്റ്റൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്കൂളിൽ. ഒന്ന് പറഞ്ഞേ. എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചതാണ് 2 ആഴ്ച മുമ്പാണ്. ഇവിടെ നിന്നൊരു യൂറിസം ക്വസ്റ്റൻ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്. ഡയസോണിയം സോൾട്ട് ഇടുമ്പോ എന്താണ് KI പൊട്ടാസ്യം അയഡൈഡ് അയഡിൻ എന്തുകൊണ്ടായിരുന്നു അത്? അല്ലെങ്കിൽ അയഡിൻ ഗ്യാസ് അല്ലേ, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ടോപ്പിക്സിൽ നിങ്ങളുടെ ബുക്ക് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ മിസ് ആ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാം. ഓർമ്മയുണ്ടോ ആ ക്വസ്റ്റൻ? അടുത്ത ക്ലാസ് എനിക്ക് റീസെന്റ് ഏരിയ വരുമ്പോൾ ആ ക്വസ്റ്റൻ കൂടി പറയാം കേട്ടോ. നിങ്ങൾ മിസ് തന്നേക്കുന്ന ഒരു ഏരിയ ആണ്, അത് എല്ലാ ക്വസ്റ്റൻ തന്നെയാണ് ആക്ച്വലി വരുന്നത്, പക്ഷേ മിസ് ഇഷ്ടപ്പെട്ട് തന്നേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാം. അപ്പോൾ എനിവേ ഇവിടെയും വരെ എത്തുമ്പോൾ 8 വരെ എത്തുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കഴിഞ്ഞിട്ടുണ്ട്? പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. പ്രിപ്പറേഷൻസ് ഇത്രയും വരെ ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനിടയിൽ 2 ഇക്വേഷൻസ് കൂടി ഉള്ളൂ. പക്ഷെ ഇത്രയും മതി നിങ്ങൾക്ക്. ഇത്രയും ഏകദേശം ആയി കഴിഞ്ഞാൽ 8 ഇക്വേഷൻ. ഈ 8 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ 8 ഇക്വേഷൻ തൊട്ട് താഴെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ച് എന്താണ് പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺവേർഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രിപ്പറേഷനും ഒഴിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുവരണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻ 9th മുതൽ ഇന്ന് 10 വരെ എഴുതാന്നാ പറഞ്ഞത് അല്ലേ? 9th കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻ ഫസ്റ്റ് ഹെഡിങ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. SN2 ആണ് ആദ്യം പഠിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ SN. ഇനി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാനൊരു ടേബിൾ പഠിക്കാൻ പറഞ്ഞു. ആ ടേബിളിൽ നിന്ന് ഇക്വേഷൻസ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു അത്? ടേബിളിൽ നിന്ന് പഠിപ്പിച്ച ഇക്വേഷൻസ് എന്തായിരുന്നു? ആദ്യം പഠിച്ച ടേബിൾ RCl അല്ലെങ്കിൽ RX എന്ന് കൊടുക്കുക അല്ലെ, പുറത്തു നോക്കുക. അപ്പൊ RCl എന്ന് കൊടുക്കുകയാണ്. അതിലേക്ക് അക്വസ് NaOH കിട്ടാൻ എന്ത് പറ്റും? ROH. Cl എന്ന് പറയുമ്പോൾ Cl ന് പകരം Br എല്ലാം ആകാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് SN2 മുമ്പായിട്ട് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം. RX കേട്ടോ, ഓർത്ത് നോക്കാം. RX Cl ന് പകരം X എന്ന് കൊടുക്കുക പ്ലസ് അക്വസ് NaOH. ആദ്യം കിടക്കുന്ന അക്വസ് NaOH ആണ്. ഇനി 10th RX X എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ക്ലോറിന് പകരം X കൊടുക്കാം ജനറൽ ആയിട്ട്. RX X എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ക്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഒക്കെയാണ് വരുന്നത്. RX-ലേക്ക് KCN കൊടുത്താൽ എന്ത് വരും? ഈ റീസൺ ക്വസ്റ്റൻ ആയിരുന്നു അത്. എന്തായിരുന്നു? RCN. then 11th 12th കൂടി എഴുതിയേക്കാം. RX plus AgCN എന്ത് വരും? RNC. then RX plus NH3 എന്ത് വരും? RNH2. കേട്ടോ, ഈ ഇക്വേഷനൊക്കെ ഇല്ലേ അമോണലിസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എവിടെ പഠിക്കാണ്ട്? അമീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ ഹെഡിങ് ആണ്. പ്രിപ്പറേഷന്റെ 3rd ഹെഡിങ് എടുത്ത് പോയി നോക്കാം. ആദ്യത്തെ ഹെഡിങ് ഫ്രം നൈട്രോ കോമ്പൗണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഹെഡിങ് ആണ് 2nd ഹെഡിങ് അമോണലിസിസ് എന്ന് പറഞ്ഞ ഹെഡിങ്. അപ്പോൾ വേറെ ചാപ്റ്ററുകളിൽ വരുന്നത് അതെല്ലാം ഈ ടേബിളിൽ നിന്ന് വരുന്നതാണ്. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. 12 വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ 12 വരെ പഠിച്ചിട്ട് വരണം കേട്ടോ. 12 വരെ പഠിച്ചിട്ട് വരണം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 12 വരെ. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്തു പോവാം. അതിന്റെ റിവിഷൻ ആണ് കേട്ടോ.